നമസ്കാരം, ഞാൻ ദിനേശ് സൗവർണിക. ഞാൻ എൻ്റെ സൈക്കിൾ യാത്രയുടെ ഭാഗമായിട്ട് പാലക്കാട്ടെ കുടിലിടം എന്ന് പറയുന്ന പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്തേക്ക് വന്നു. അപ്പൊ മോളുടെ പേര് മീനാക്ഷി. മീനാക്ഷി. ഏത് സ്കൂളിലാ? പുഴങ്കാവ്. എവിടെ സ്ഥലം? കൊടുങ്ങല്ലൂര്, തൃശ്ശൂര്. ഒരു ചോദ്യം ചോദിക്കാണ്, പച്ചക്കറിയൊക്കെ കഴിക്കുവോ? വീട്ടിൽ പച്ചക്കറി കഴിക്കുന്ന കുട്ടിയാണോ? കഴിക്കും. പച്ചക്കറി കഴിച്ചാൽ നല്ല ആരോഗ്യം ഉണ്ടാവും. ഇവിടെ വന്നിട്ട് ഇപ്പൊ എന്ത് കാണാനാ വന്നത്? ഇവിടെ എന്താ കണ്ടത്? ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ, വണ്ടികൾ, ഇതൊക്കെ മുളച്ചു നിൽക്കുന്ന ആ പച്ച കളറുള്ള സാധനങ്ങൾ എന്തൊക്കെയാ? നെല്ല്. ഞാനൊരു ചോദ്യം ഇത്രയേ ഉള്ളൂ, വീട്ടില് നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും 5 പച്ചക്കറിന്റെ പേര് പറഞ്ഞാൽ സമ്മാനം തരും. രണ്ടാളും കൂടി പറയണം. 5 പച്ചക്കറിന്റെ പേര് പറയണം. ആ, ഒരു പച്ചക്കറിന്റെ പേര് പറയോ? ഏതെങ്കിലും ഒരു പച്ചക്കറിന്റെ പേര് പറയോ? ചേച്ചി പറഞ്ഞത് പറഞ്ഞോളൂ. ഏതാ? ആ, ചീര പറഞ്ഞു. ആ, പിന്നെ ക്യാരറ്റ്, പൊട്ടറ്റോ, കേബേജ്. എത്രണ്ണായി? ഞാൻ എണ്ണീട്ടില്ല. 4 ആ, കുക്കുംബർ. അച്ഛനും അമ്മയോടും പറഞ്ഞിട്ട് പച്ചക്കറി തരാൻ പറയണം, വിത്ത് വാങ്ങി തരാൻ പറയണം. എന്നിട്ട് ചട്ടിയിൽ കുഴിച്ചിടുക. എന്നിട്ട് നല്ല പച്ചക്കറി ഉണ്ടായി നിൽക്കണ ഫോട്ടോ എനിക്ക് അയച്ചു തന്നാൽ വീണ്ടും ഞാൻ സമ്മാനങ്ങൾ തരും. അപ്പൊ ഈ സമ്മാനം ഇപ്പൊ എന്തിനാണ്? ഇതെന്തിനാ തരുന്നത്? പച്ചക്കറികളുടെ പേര് പറഞ്ഞേന്. ഇതാ, ഒരു ഹായ് പറഞ്ഞേക്ക്. അതിലേക്ക് നോക്കിട്ട് പറയും, അതിലേക്ക് നോക്കിട്ട് പറയും ഹായ്. പറയും കൈ നോക്കിക്ക് ഹായ്. ആ, ഇതാ, ഇത് വീട്ടിലെ ചുമരുമൊക്കെ ഇറക്കിയോ? ആ, ഇതാ. അപ്പോ ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കും. നമ്മളെ കേരളത്തിന്റെ സംസ്ഥാന ശലഭം എന്ന് പറഞ്ഞൊരു ശലഭമുണ്ട്, പൂമ്പാറ്റ. അതിന്റെ പേര് പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞു, ബുദ്ധമയൂരി എന്നുള്ളത്. പ്രത്യേക അഭിനന്ദനം. കാരണം കേരളത്തിന്റെ സംസ്ഥാന ശലഭം. ഇത് ആര് പറഞ്ഞെന്നാ? ഇത് ആരാ പറഞ്ഞത്? ആ, സൂപ്പർ ആയിട്ടുണ്ട്. ഞാനിപ്പോ കുറെ സ്ഥലങ്ങളിൽ ചോദ്യം ചോദിച്ചു, ഏതാണ് സംസ്ഥാന ശലഭം. ഇപ്പൊ കുട്ടികൾക്ക് ആർക്കും അറിയില്ല. അപ്പൊ മോള് ഉഷാറായിട്ട് ആ ചോദ്യത്തിന് അപ്പൊ തന്നെ ഉത്തരം പറഞ്ഞു കേട്ടാ. അപ്പൊ വളരെ നല്ല